ഇപ്പോൾ നാളെ രാവിലെ ജിമ്മിന് പോകണം, സൈക്ലിങ്ങിന് പോകണം, അല്ലെങ്കിൽ ഓടാൻ പോകണം, നടക്കാൻ പോകണം എന്നൊക്കെ കരുതി കിടക്കുന്നവർ രാവിലെ അലാം ഓഫ് ചെയ്ത് വീണ്ടും സുഖമായിട്ട് ഉറങ്ങുന്ന നമുക്കൊക്കെ പറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉഴപ്പന്മാർക്കൊക്കെ വേണ്ടി അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് തങ്കമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 70 വയസ്സിലും നല്ല കിടിലൻ വർക്കൗട്ടാണ്. കാണാം. എനിക്കൊന്ന് ചെയ്യാൻ തരുമോ? ഇല്ല, ഞാൻ ഒരാഴ്ചക്കുള്ളിൽ 10 കിലോ ഉറക്കും. ഇങ്ങനെ 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 ചെയ്തൊന്നും കാര്യമില്ല. ആ മൂമ്മല്ലേ, അവരോട് ചോദിച്ചാൽ കാര്യം അറിയും. ഇല്ലില്ല, കണ്ടാ അതെ, ഒന്ന് ചോദിച്ചിട്ട് വാ. ഞാൻ മുമ്പേ എവിടെയോ കണ്ടിട്ടുണ്ട്. ആ എവിടെയാ? എന്റെ ജിംനാസ്റ്റിക് ഭഗവാനെ, എന്നെ കാത്തുകൊള്ളണമേ. എനിക്ക് നല്ല മസിലുകൾ നൽകി സഹായിക്കുമാറാകണമേ. എന്റെ ഉള്ള മസിലുകളൊക്കെ ഒന്ന് പിടപ്പിച്ചേക്കണേ. പോയി ചോദിച്ചിട്ട് വാ. അപ്പോൾ അതുവരെ ഞാൻ ചെയ്യാം. ആയിക്കോട്ടെ. ഇന്ന് ഞാൻ അരമണിക്കൂർ കൊണ്ട് 10 കിലോ കുറയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. അമ്മയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ താരാണ്. കണ്ടിരുന്നോ? കണ്ടു. എല്ലാ ദിവസവും ഇവിടെ വന്ന് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യും? ഇവിടെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ വരും. എന്താണ് ഇവിടെ വന്ന് ചെയ്യാനുള്ള ഒരു പ്രചോദനം? എന്താണ്? ഇപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞപ്പോ ഇത് തുരുമ്പ് പിടിച്ചു പോകുമല്ലോ. ആൾക്കാർ വന്നില്ലെങ്കിൽ പിന്നെ ഇതെന്തിനോ. പിന്നെ ഇപ്പൊ ഓണം കഴിഞ്ഞ് വന്നിട്ട് ചെയ്യുമ്പോഴാണ് ഈ പാസില എന്ന് പറഞ്ഞ കുട്ടികളെയും കൊണ്ടുവന്ന് ഇവിടെ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ചെയ്യണ്ടായിരുന്നു. അമ്മ ഞാൻ ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചു. ഓ എടുത്തോ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നുള്ളത് എനിക്ക് അറിയില്ല. അമ്മയ്ക്ക് എത്ര വയസ്സായി? എനിക്ക് 70. ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയാണ്. അതിന്റെ രഹസ്യം എന്താ? ഇങ്ങനെയുള്ള സ്ഥിരം ജോലികളാണോ, വർക്കൗട്ട്? ആരോഗ്യം പറഞ്ഞാൽ എന്ത് വന്നാലും നമുക്ക് എതിർക്കാന്നുള്ളൊരു മനക്കരുത്ത് എനിക്ക് ആ ഭഗവാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിനും പേടിക്കില്ല. ദൈവത്തിന് മാത്രം ഞാൻ പേടിക്കും. ഇത് എത്ര നേരം ചെയ്യും എല്ലാം? ഞാൻ 1 മണിക്കൂർ. 1 മണിക്കൂർ ഇതെല്ലാം കൂടി ചെയ്തിട്ട് ഞാനിരുന്ന് ആടി എന്നിട്ട് പോകും. എപ്പോഴെങ്കിലും തോന്നിയോ മസിൽ വേണം എന്നൊക്കെ? അയ്യോ, എനിക്ക് അങ്ങനെ ഒരു ഇതേ വേണ്ട. ഈ ഉള്ള ഇത് മതി. അപ്പൊ മസിലിന് വേണ്ടിയല്ല വർക്കൗട്ട് ചെയ്യണം? അല്ലല്ല, പിന്നെ നമുക്ക് ശരീരം കേടുപാടില്ലാണ്ടിരിക്കട്ടെ വന്നു. എങ്ങനെയുണ്ട് ഇത് വൈറലായപ്പോ? എന്ത് തോന്നി? വീട്ടുകാർ മക്കളൊക്കെ എന്താ പറഞ്ഞത്? എനിക്ക് എന്റെ പഞ്ചായത്തിനും എന്റെ മക്കൾക്കും എല്ലാ ലോകത്തുള്ളവരെല്ലാവർക്കും ഒരു ഹായ് പറയും. ഇതാണ് പഞ്ചായത്താണ് ഇത് റെഡിയാക്കി തന്നല്ലേ? നമ്മുടെ ഈ പരിസരത്തുള്ള അമ്മമാർ, ഇതുപോലെ 70 വയസ്സായ അമ്മമാർ പോലും സ്വന്തമായി വന്നിട്ട് വ്യായാമം ചെയ്ത് അവർക്ക് ഇപ്പം നമ്മൾ വാർദ്ധക്യ സംബന്ധപരമായിട്ടുള്ള ആയുർവേദപരമായിട്ടുള്ള മരുന്നൊക്കെ കഴിച്ചിരിക്കുന്നവരാണ്. പക്ഷേ ഈ വ്യായാമങ്ങൾ ഈ പ്രായമായവർ ചെയ്യാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഇവർക്കിപ്പോൾ മിക്കവരും ആ മരുന്നിൽ നിന്ന് മുക്തരായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അമ്മയെ കണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായപ്പോൾ ഈ പരിസരത്തുള്ള മടിച്ചു നിൽക്കുന്ന അമ്മമാർ പോലും ഇപ്പോൾ വന്ന് ചെയ്യാൻ തുടങ്ങി. എന്തായിരുന്നു ജോലിയൊക്കെ? ഞാൻ തൊഴിലുറപ്പിന് പോകും, പാടത്ത് പണിക്ക് പോകും. പിന്നെ മകൻ മൺപാത്രമുണ്ട്. ആ പണിക്ക് പോയി വന്നാൽ വൈകിട്ടല്ലേ, അപ്പോൾ വരും. വന്നിട്ടാണ് ചെയ്യുക? തൊഴിലുറപ്പ് ജോലിക്ക് പോയി പണിയെടുത്ത് കഴിഞ്ഞ് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോ അതിന് ഭയങ്കര ധൈര്യം ഊർജ്ജമൊക്കെ വേണ്ടി വരുമല്ലോ. ഇത് എങ്ങനെയാ? കേറട്ടെ? ഇനി ഇതിനനുസരിച്ച് ശരിയാണോ? ഇത് ബാലൻസ് കിട്ടണല്ലോ എനിക്ക്. എളുപ്പല്ലത്. അയ്യോ, ഇതിങ്ങനെ തന്നെയാ കേറി നിന്നിട്ട് ഇങ്ങനെ 2 കാലും ഒപ്പം വെക്കും. വെച്ചാ ഇങ്ങനെ. ഏതായാലും വയസ്സായവർക്ക് മാത്രമല്ല, ഞങ്ങളെ പോലെ തടിയനങ്ങാത്ത യുവാക്കൾക്കും പറ്റിയ കാര്യമാണ്. കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ചെയ്യാം. മൽഗോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. അപ്പോൾ തങ്കമ്മ കിടിലമാണ്. കണ്ട് ഇനി മടി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ വ്യായാമം ചെയ്യാനുള്ള ഒരു പ്രേരണയായി മാറട്ടെ. ഗോകുലിലും ജീവിതത്തിൽ ഇതൊരു പ്രചോദനമാകട്ടെ അല്ലേ?
അമ്മ ആളേതായാലും പുള്ളിയാണ്. കാരണം എന്താ വെച്ചാലേ രാവിലെ പണിക്കും തൊഴിലുറപ്പിന് പോകും, അതിന് ശേഷം വന്നിട്ടാണ് ഈ വർക്കൗട്ട്. അപ്പോൾ അത്രമാത്രം ഒരു ആരോഗ്യം അവർക്കുണ്ട്. ഇത്ര സാധാരണ നമ്മളൊക്കെ തന്നെ ഈ പണിയെടുത്ത് മുമ്പ് തന്നെ ക്ഷീണിക്കുകയാണ്, നമുക്ക് അത്ര വലിയ കായികാധ്വാനമൊന്നുമില്ല, എന്നിട്ട് തന്നെ നമ്മൾ ക്ഷീണിക്കുകയാണ്. തൊഴിലുറപ്പുള്ള ജോലി, കായികാധ്വാനമുള്ള ജോലി കഴിഞ്ഞിട്ടാണ് ഈ ഓപ്പൺ ജിമ്മിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്. ഈ ഓപ്പൺ ജിമ്മിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി സാധാരണ ജിമ്മിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു കായികാധ്വാനം വരുന്ന, അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റ് വരുന്ന ഒരു ഇതാണ്. അപ്പോൾ അവിടെയൊക്കെ നിസ്സാരമായിട്ടാണ് അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഓരോ വർക്കൗട്ടുകൾ ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള ഒരു പ്രശ്നമില്ലാതെ പടപടയെന്നാണ് അത് പഠിക്കുന്ന. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് ചെയ്ത്, അവിടുത്തെ കുറച്ച് അടുത്തൊരു കോളേജ് ഉണ്ട്, ആ കോളേജിലെ പിള്ളേർ ഒന്ന് ചെയ്യും. അത് കണ്ടാണ് ഈ അമ്മ പഠിച്ചത്. അങ്ങനെ സ്ഥിരം ഇത് ഉപയോഗിച്ച് തുടങ്ങി. കാരണം ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതില്ലാണ്ട് പറ്റില്ല എന്നാൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്ക് അമ്മ പണിയൊക്കെ കഴിഞ്ഞ് വരും, ഈ വർക്കൗട്ടുകൾ ചെയ്യും. ഏതായാലും ഇത് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം എത്ര ധൈര്യത്തിലാണ് അല്ലെങ്കിൽ എത്ര ആവേശത്തോടു കൂടിയാണ് ഓരോന്ന് ചെയ്യുന്നത്, ഓരോ വർക്കൗട്ടുകൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ഞാൻ അമ്മയിൽ നിന്ന് കണ്ടുപിടിച്ചൊരു സാധനം, നമ്മൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൽ ആരോഗ്യത്തിന് വേണ്ടി ഒരു സമയം മാറ്റി വയ്ക്കണം. അതിങ്ങനെ നമ്മൾ എന്തൊക്കെ ജോലി ചെയ്താലും അതിനു വേണ്ടി ഒരു സമയം മാറ്റി വയ്ക്കണം, അത് കണ്ടെത്തി ചെയ്യണം എന്നുള്ളതാണ്. അമ്മയ്ക്ക് അതൊരു ഭയങ്കര കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ ഇഷ്ടമൊക്കെ കൂടി ഇങ്ങനെ ചെയ്യുകയാണ്. നമുക്കൊക്കെ 2 ദിവസം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പിന്നെ മോട്ടിവേഷൻ പോകും, നമ്മൾ പിന്നെ ആകെ നിർത്തും, പിന്നെ വീണ്ടും ഭക്ഷണം പഴയ പോലെ തന്നെ, അപ്പോൾ തടി വീണ്ടും കൂടും, അങ്ങനെയാണ്. പക്ഷെ ഞാനൊക്കെ കുറേ നാൾ ജിമ്മിൽ പോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഒക്കെ ഇത് തന്നെ ഇരിക്കും. നമ്മളെ എല്ലാ ദിവസവും വീട്ടിലമ്മ നമ്മളെ വീട്ടുകാരോടൊക്കെ പറയും ഞാനൊരു 6 മാസത്തിനുള്ളിൽ തടി ഉറക്കും, ജിമ്മിൽ പോയും സെറ്റാവും എന്നൊക്കെ പറയും. പിന്നെ 2 ദിവസം പോവും, പിന്നെ പോവില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ളവരൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരാളാണ്. അമ്മ ഡെയിലി ഒരു ദിവസം പോലും വിടാതെ ആ വീട്ടിലുണ്ടെങ്കിൽ അമ്മ വരും, വർക്കൗട്ട് ചെയ്യും, പോകും. അത്രമാത്രം റുട്ടീനിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. അത് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ വലിയ ഒരു പറയുക വളരെ ഇൻസ്പിറേഷനാണ് അമ്മ. കാരണം നമ്മളൊക്കെ വ്യായാമം ചെയ്യാൻ ഇപ്പൊ കണ്ടാൽ മാത്രം പോരാ, ശരിക്കും ഇൻസ്പിറേഷൻ ആകട്ടെ. നാളെ രാവിലെ മുതൽ ഞാൻ ജിമ്മിന് പോവും, അല്ലെങ്കിൽ സൈക്ലിങ്ങിന് പോവും, അല്ലെങ്കിൽ ഓടാൻ പോവും, ചാടാൻ പോവും എന്നൊക്കെ തീരുമാനിച്ചാൽ മാത്രം പോരാ, നാളെ രാവിലെ ചെയ്യാനുള്ള മനസ്സുകൂടി നമുക്കുണ്ടാകട്ടെ. അതിന് തങ്കമ്മയെ പോലുള്ള ഊർജ്ജസ്വലരായ പ്രേരണയാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം.